ഇന്നത്തെ നമ്മുടെ കുടുംബങ്ങളുടെ ഒരു തകർച്ചയ്ക്ക് ഒരു മൂല്യശോഷണത്തിൻ്റെ ഒരു പ്രധാന കാരണം അനുസരണമെന്ന പുണ്യം നമ്മുടെ പടിക്ക് പുറത്താണ്, വീടിൻ്റെ പടിക്ക് പുറത്താണ്. ഒരു കുടുംബത്തിൻ്റെ, ഒരു സമൂഹത്തിൻ്റെ ആയാലും സഭയുടെ ആയാലും കുടുംബത്തിൻ്റെ ആയാലും ഏതൊരു സ്ഥാപനത്തിൻ്റെ ആയാലും അതിൻ്റെ കെട്ടുറപ്പിനും നിലനിൽപ്പിനും അനുസരണ വളരെ ആവശ്യമാണ്. ആ അനുസരണ ഇല്ലെങ്കിൽ ആ കുടുംബം തകർന്ന് തരിപ്പണമായി പോകും. ഇന്ന് നമ്മുടെ കുടുംബങ്ങൾ നേരിടുന്ന ഒരു വലിയ പ്രശ്നം ഇതാണ്. ഈ ദൈവമാണ് കുടുംബത്തെ സ്ഥാപിച്ചത്. ആ ദൈവത്തിൽ അനുസരണം ഉണ്ടായിരുന്നു. ഈശോ പിതാവിനാൽ അയക്കപ്പെട്ടു. അതാ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 6 മുതലുള്ള 8 വരെയുള്ള വാക്യങ്ങൾ കാണുന്നത്. മരണം വരെ, അതേ കുരിശുമരണം വരെ അവൻ അനുസരണമുള്ളവനായിരുന്നു. അപ്പം നമ്മളിപ്പോൾ ഒരു കൊച്ചു കുട്ടിയോടാണ് ചോദിക്കുകയാണ്, എങ്ങനെയാണ് ഈശോ ലോകത്തെ രക്ഷിച്ചത്? അവൻ പറയും, കുരിശുമരണത്തിലൂടെ. ഈശോ ലോകത്തെ രക്ഷിച്ചത് അനുസരണയിലൂടെയാണ്. ആ അനുസരണയുടെ ഭാഗമായിരുന്നു കുരിശുമരണവും. അനുസരണയുടെ ഭാഗമായിരുന്നു അവൻ കാലിത്തൊഴുത്തിൽ ജനിച്ചത്, ദാരിദ്ര്യത്തിൽ ജീവിച്ചത്, സഹനങ്ങൾ ഏറ്റെടുത്തത്, കുരിശിൽ മരിച്ചത്, അടക്കപ്പെട്ടത് എല്ലാം ഈ അനുസരണയുടെ ഭാഗമായിരുന്നു. ആ അനുസരണയിലൂടെയാണ് ക്രിസ്തു ലോകത്തെ രക്ഷിച്ചത്. ഇനി യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായം 1-ാം വാക്യത്തിൽ നമ്മൾ കാനായിലെ കല്യാണ വിരുന്നിനെ കുറിച്ച് കാണുന്നുണ്ട്. അവിടെ വീഞ്ഞു തീർന്നു പോയപ്പോൾ മാതാവ് ഇടപെടുകയാണ്. മാതാവ് പരിചാരകരോട് പറയുന്നു, നിങ്ങൾ അവൻ പറയുന്നത് ചെയ്യുവൻ. ഈശോ പറയുന്നത് ചെയ്യുക. ആ പരിചാരകർ മാതാവിനോട് ചോദിച്ചില്ല, എന്തിനു വേണ്ടിയാണ് ഈ വെള്ളം കോരുന്നതെന്നോ എന്താവശ്യത്തിന് വേണ്ടിയാണ് ഒന്നും അവർ ചോദിച്ചില്ല. അനുസരിച്ചപ്പോൾ അവിടെ അത്ഭുതങ്ങൾ സംഭവിക്കുകയാണ്. നമ്മുടെ കുടുംബത്തിലും ഇന്നത്തെ നമ്മുടെ കുടുംബങ്ങളുടെ തളർച്ചയ്ക്കും തകർച്ചയ്ക്കും ഒരു പ്രധാന കാരണം നമ്മുടെ കുടുംബങ്ങളിൽ നിന്നും അനുസരണമില്ലാതായി, ഹൃദയ ഐക്യമില്ലാതായി. അതുകൊണ്ട് പല കുടുംബങ്ങളും തകർച്ചയുടെ വക്കിലാണ്. ഇഷ്ടംപോലെ വിവാഹമോചനങ്ങൾ നമ്മുടെ ഇടയിൽ. ഒരു സർവേ അനുസരിച്ച് ഏറ്റവും കൂടുതൽ വിവാഹമോചനം നടക്കുന്നത് നമ്മുടെ ക്രൈസ്തവരുടെ ഇടയിലാണ്. നമ്മുടെ മക്കൾ വഴിതെറ്റിപ്പോകുന്നു. ലഹരിയും മറ്റ് ദുഷിച്ച ശീലങ്ങളിലേക്ക് നമ്മുടെ മക്കൾ വഴുതിപ്പോകുന്നു. തെറ്റായിട്ടുള്ള പല ബന്ധങ്ങളിലേക്ക് നമ്മുടെ മക്കൾ പോകുന്നു. അതിൻ്റെ കാരണം എന്താ? നമ്മുടെ കുടുംബത്തിൽ നിന്നും അനുസരണം, ഹൃദയ ഐക്യം എന്നീ പുണ്യങ്ങൾ മാറിയിരിക്കുന്നു. അപ്പം അത് നമ്മളത് ബോധപൂർവമായിട്ട് തിരിച്ചു പിടിക്കാനായിട്ടുള്ളൊരു ശ്രമം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. ഇപ്പം എഫെസസ് 5:22 നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കണം. എങ്ങനെ ക്രിസ്തു സഭയെ സ്നേഹിച്ചത്? സ്വജീവൻ കൊടുത്ത്. ക്രിസ്തീയ സ്നേഹം വികാരപ്രകടനമല്ല, ബലിയാണ്. അപ്പോൾ അവിടെ ബലിയായി തീരാനായിട്ട്, അതുപോലെ സഭ ക്രിസ്തുവിന് വിധേയമായിരിക്കുന്ന പോലെ ഭാര്യമാർ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണം, അനുസരിക്കണം. ഇത് ദൈവം നൽകിയ ഒരു കൽപ്പനയാണ്, കർത്താവ് നൽകിയ കൽപ്പനയാണ്. അപ്പം മാതാപിതാക്കളോടുള്ള അനുസരണ അത് വളരെ വ്യക്തമായിട്ട് പ്രഭാഷകൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. മക്കൾ പിതാവിനെ ബഹുമാനിക്കണം എന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. പിതാവിൻ്റെ അനുഗ്രഹം മക്കളുടെ ഭവനത്തെ ബലവത്താക്കും. മാതാവിൻ്റെ ശാപം അതിൻ്റെ അടിത്തറയിളക്കും. അപ്പം മാതാപിതാക്കളോടുള്ള അനുസരണ, അതുപോലെ ഭാര്യാഭർത്താക്കന്മാർക്ക് പരസ്പരമുള്ള സ്നേഹവും ഐക്യവും, ഇതൊക്കെ വളരെ ഊന്നൽ കൊടുത്ത് നമ്മൾ മുമ്പോട്ട് പോകേണ്ടിയിരിക്കുന്നു. അതുപോലെ സഹോദരങ്ങൾ തമ്മിലുള്ള ഐക്യം. ഒരു ക്രൈസ്തവ കുടുംബം എന്ന നിലയിൽ നമുക്ക് ലോകത്തിന് നൽകാവുന്ന ഏറ്റവും വലിയ സാക്ഷ്യമെന്ന് പറയുന്നത് നമ്മുടെ ഇടയിലുള്ള ഐക്യമാണ്. ഈ കുടുംബാംഗങ്ങൾ തമ്മിലുള്ള, അപ്പനും അമ്മയും മക്കളും സഹോദരങ്ങളും തമ്മിലുള്ള ഐക്യം, അത് വലിയൊരു ശക്തിയാണ് നമുക്ക്. നമ്മുടെ കുടുംബത്തിലുള്ള ഐക്യം പുറത്തേക്ക് ഒഴുകുന്നതാണ് ശരിക്കും സുവിശേഷ പ്രഘോഷണം.